ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെറുപയർ വെച്ചിട്ട് ഒരു അടിപൊളി പരിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മക്കൾക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചെറുപയറിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ചെറുപയർ മിക്സ് ചെയ്തത് ഒന്ന് ബോളാക്കിയിട്ടൊന്ന് കയ്യിൽ വെക്കുക, ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കൈമേൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ആക്കണം, ഇല്ലെങ്കിൽ ചെറുപയർ കയ്യിലൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് എഡ്ജൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അങ്ങനെ ഏകദേശം ഒരു 5-6 എണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു കടായി എടുത്തിട്ട് ആ കടായിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവാനായിട്ട് കാത്തു നിൽക്കാം. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ആ ഒരു പരിപ്പ് വട പരത്തി നല്ല റൗണ്ട് ഷേപ്പാക്കി വെച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളറ് വന്നാൽ മതി. ആ ബ്രൗൺ കളർ ആയാൽ നമുക്കത് എടുത്ത് മാറ്റാം. ദേ നമ്മുടെ പരിപ്പ് വട, ചെറുപയർ വട ഇവിടെ ദേ എണ്ണയിലൊക്കെ പൊരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ, ആ ഒരു ടേമിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്കതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അതും നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഇത് നോക്കൂ ഗൈസ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ വട അവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു, ബൈ.